HMT ജംഗ്ഷൻ, എടപ്പള്ളി ജംഗ്ഷൻ, വൈറ്റില ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ട്രാഫിക് ക്രമീകരണം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്, ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ എന്നിവർ പറഞ്ഞു. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ HMT ജംഗ്ഷൻ, ഇടപ്പള്ളി ടോൾ, TVS ജംഗ്ഷൻ, വൈറ്റില ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ഞങ്ങൾ സൗകര്യമുണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി വിടുകയും ചെയ്യാം. ഈ ഇതിൽ വന്നിട്ട് ഗ്യാപ്പ് ഒന്നും പൊളിക്കാതെ ഇത് വെക്കണം. അതാണ് ആ ഭാഗത്തിൽ സിഗ്നൽ ഇവിടെ വെക്കണം സാറേ. ഇവിടെ സിഗ്നൽ വരണം. ഇത് മാത്രം തോന്നാലേ ആലോചിച്ച് പോകുന്നതാണ്. അവിടെ പോയി കയറി തിരിയും ഐഡിയ അങ്ങനെ പറയാം. അവിടെ ഫീസ് കുറവാണ്. പലപ്പോഴും യൂട്ടേൺ കൊടുക്കുമ്പോൾ നമുക്കൊരു കിലോമീറ്റർ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് 1 ലൈൻ 3 ലൈനൊക്കെ ആൾക്കാർ പിടിക്കുകയാണ്. കടന്നു പോകും. നമ്മൾ യൂട്ടേണിലുള്ള സമയവും ആ വണ്ടി നമ്മൾ അടക്കേണ്ടി വരും. സാറേ അവിടെ ബ്ലോക്ക് ചെയ്ത് റൈറ്റ് കയറാൻ പറ്റില്ല, കൂടെ കയറാൻ പറ്റില്ല. ഇത് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഇത് ബ്ലോക്ക് ചെയ്തിട്ട് ഇത് ബ്ലോക്ക് ചെയ്യണം. പിന്നെ അത് ബ്ലോക്ക് ചെയ്താലേ കയറാനൊക്കെ. അവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലോട്ട് വീതി കുറവാണ്. അവിടെ ഇടയിൽ കയറണമെങ്കിൽ അവിടെ നിർത്തി കൊടുക്കും. എന്നാലേ കൊടുത്തില്ല. അപ്പോൾ അവിടെ നിർത്തോണ്ടി അങ്ങറ്റം വരെ കുരുക്കാവും. മനസ്സിലായോ? അത് അപ്പുറം നടന്നു പോയില്ല. അപ്പോൾ വീതി കുറവാണ്. അവിടെ വീതി കുറവാണ്. വണ്ടി കൊണ്ട് പറയും ഇത് തുറന്ന് കൊടുത്തിട്ട് ലൈറ്റ് ഇട്ട് കൊടുത്താൽ ഇത് അങ്ങോട്ട് കയറിയിട്ട് ഇതുമായിട്ട് മെർജ് ചെയ്യാൻ പാടുപെടും. അവിടെ അപ്പോൾ അതിന് അവിടെ നിർത്തിയിടണം. അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത് ഫുൾ അങ്ങറ്റം വരും. തെറ്റില്ല. കാരണം മുഴുവൻ തുറക്കാതെ ശകലം തുറന്നിട്ട് ഒരു വണ്ടി പോകത്ത രീതിയിൽ, ബസ് പോകത്ത രീതിയിൽ തുറന്നു കൊടുത്താൽ ലൈറ്റൊക്കെ ഇപ്പോൾ ട്രെയിൻ വെച്ചിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ലൈറ്റ് വെച്ചാൽ കുഴപ്പമില്ല. ഇവിടെ ലൈറ്റ് എവിടെ വയ്ക്കും? അവിടുന്ന് വരുന്ന വണ്ടി ബ്ലോക്ക് ചെയ്യണം. ഇവിടുന്ന് ക്രോസ് ചെയ്തതിനാണ് അപ്പുറത്ത് തുടങ്ങി ഇവിടുന്ന് വരുന്ന വണ്ടി ബ്ലോക്ക് ചെയ്യണം. എന്താ അങ്ങനെ പോയില്ലേ? ഇവിടെ പോയി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എടുക്കണം. അവിടെ പോയാൽ കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് റൈറ്റ് വരാനുള്ളവരെല്ലാം പലരും നോക്കി വെച്ചാൽ ഈ ലോറി എല്ലാം നേരെ മറ്റേ സമയം വേണ്ടി വരുന്നത്. നമ്മൾ 2 ലൈറ്റ് ഓൺ ചെയ്യുന്നുള്ളൂ. ഒന്ന് ലുലുവിന് അങ്ങോട്ട് ചെയ്യുന്നത്, റൈറ്റിൽ നിന്ന് ലുലുവിലോട്ട് ചെയ്യുന്ന സാധനം പച്ച കത്തും. അതായത് കൂടുതൽ സമയം കത്തുന്നത്. അപ്പുറത്ത് വരുന്ന വണ്ടിയുടെ എണ്ണം കുറവാണ്. അവിടെ പച്ച കൊടുക്കുമ്പോൾ ഇവിടെ റെഡ് വീഴും. അപ്പോൾ വളരെ കുറച്ച് സമയം റെഡിൽ നിന്നാൽ മതി. നേരത്തെ ലിസ്റ്റ് പറഞ്ഞില്ലേ, ഇവിടെ തിരിയാൻ പറ്റത്തില്ല. ആലപ്പുഴ ഫ്രീ ലെഫ്റ്റ് പറയുന്നത്, ആലപ്പുഴ ഫ്രീ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ പോലെ വാഹനങ്ങൾ, ഈ ഫ്രീ ലെഫ്റ്റ് അറിയാത്ത വാഹനങ്ങൾ വരും. അവർ നേരെ കിണറ് സിഗ്നലിൽ കടന്നിട്ടാണ് അവിടെ ജാമ അവിടെയുണ്ട്. ഈ ഫ്രീ ലെഫ്റ്റ് ആലപ്പുഴയ്ക്ക് ഉണ്ടെന്നുള്ള സൂചന പോലെ ഇത് മെട്രോൻ്റെ ഉള്ളിലാണ്. അത് പത്തരിപ്പാലം മുതൽ ആളുകൾക്ക് അവയർനെസ് കൊടുത്താൽ ആളുകൾ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മാറിപ്പോരും. പിന്നെ ആ ചക്കീസിൻ്റെ അവിടെ കൺജസ്റ്റ്, അവിടെ ബെൻറ്റാണ്. അവിടെ ലെഫ്റ്റ് ബെൻറ്റാണ്. ലെഫ്റ്റ് കറക്റ്റ് ബെൻറ്റാണ്. ഫ്രീ ലെഫ്റ്റ് ബെൻറ്റാണ്. ഫ്രീ ലെഫ്റ്റ് അങ്ങ് ബൈക്കിൽ റോഡോട്ട് പോയി. ഈ കറക്റ്റ് നമ്മുടെ ഫ്രീ ലെഫ്റ്റാണ്. ഈ ബെഞ്ച് നിൽക്കണം. ഒരു 1/2 സെൻറ്റ് സ്ഥലം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഫുൾ ഫ്രീ ആയിട്ട് പോകാൻ കഴിയില്ല. ഒരു ശ്വാസം വിട്ട് പോകാൻ ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ 190 മീറ്ററാണ് ജംഗ്ഷൻ. അപ്പോൾ ഈ എല്ലാ വാഹനങ്ങളും ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്ത് വട്ടം വന്നിട്ട് അപ്പോൾ നമുക്ക് ജംഗ്ഷൻ ആലോചനയില്ല. പല സൈഡിൽ ഒരു വാഹനങ്ങൾ തുറന്നിടാൻ പറ്റാതെ. അതിൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്ന ഐഡിയ മനസ്സിലായി. ഞാൻ പറയുന്നത് വെച്ചാൽ വൈറ്റിലയിൽ നിന്ന് വരുന്ന വണ്ടികൾ ഗുരുവായൂരേക്ക് പോകുന്ന വണ്ടികൾ, ആ സൈഡിലേക്ക് വന്ന വണ്ടികൾ മുഴുവൻ ലെഫ്റ്റ് ട്രാക്കിൽ ഫ്രീ ആയിട്ട് കടത്തിയാൻ കൊടുക്കുക. അപ്പോൾ 2 ലൈറ്റേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒന്ന് ലുലുവിൻ്റെ അങ്ങോട്ട് തിരിയുന്ന തൃശ്ശൂർ റോഡിലേക്കുള്ള ഈ റോഡിലേക്ക് തിരിയുന്ന ലൈറ്റ്, ആ ലൈറ്റ് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ അത്രയും വണ്ടി കടത്തിവിടാൻ പറ്റും. ഈ ലുലുവിൻ്റെ മുമ്പിൽ നിങ്ങൾ പാർക്കിങ്ങോ സ്റ്റോപ്പ് ഓവറോ കൊടുക്കാൻ പറ്റത്തില്ല. അത് ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. അത് അവിടെ ബസ് നിർത്തി പിന്നെ എക്സ്കർഷൻ വരുന്ന പിള്ളേർ ഇറക്കാനൊക്കെ നിന്നാൽ അതിനങ്ങോട്ട് പോയിട്ട് അപ്പുറത്ത് ബാക്കിൽ കൂടെ കയറാം. മറ്റേ വഴിയുണ്ടാവും. അവർ ബാക്കിൽ കൂടെ കയറാം. ഇറങ്ങുന്നതിലേ ഇറങ്ങിക്കോട്ടെ. അപ്പോൾ എന്താ പറയുക, 2 ലൈറ്റേ ഉള്ളൂ. ഒന്ന് ഗുരുവായൂർ ഭാഗത്ത് നിന്ന് വൈകിട്ടേക്ക് വരുന്നവർക്ക് ഒരു ലൈറ്റ്. അത് ഇപ്പുറത്തെ ഇവിടെ വലത്ത് ചെയ്യേണ്ട ഓഫീൽ ആ ലൈറ്റ് കൊടുക്കുമ്പോഴേക്കും അവരങ്ങോട്ട് പോകും. 2 ലൈറ്റ്. അപ്പോൾ ലുലുവിനെ കൊണ്ട് തിരിയുന്ന ആ ഭാഗത്ത് ആ വൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റില്ലേ, അത് വളരെ സമയം കുറച്ചേ ഉള്ളൂ. അപ്പോഴാണ് കംപ്ലീറ്റ് ജാമാണ് ഇവരെല്ലാവരും കൂടി. അപ്പോൾ ഇത് കൂടുതൽ സമയം കിട്ടും. ഗുരുവായൂർ വരുന്ന വണ്ടി കുറവാണെങ്കിൽ അതേസമയം ഇവിടെ നിന്ന് കണ്ടെയ്നർ റോഡിലേക്കാണ്
ഈ പറയുന്ന വണ്ടിയെല്ലാം പോകുന്നത്, ലോറികൾ വരുന്നില്ല, അതൊന്നും തൃശ്ശൂരേക്ക് തിരിയേണ്ട കാര്യമില്ല. ആ റോഡിൽ അങ്ങനെ പോയി അമൃത അപ്പുറത്ത് പോയി ആ മെയിൻ റോഡിൽ കയറി അങ്ങ് കളമശ്ശേരി പോയി കയറി. അത് ആ വലിയ ദൂരം വരത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആര്യാസ് ജംഗ്ഷൻ മുതൽ TVS ജംഗ്ഷൻ വരെയുള്ള റൗണ്ടാണെന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അപ്പോളയുടെ ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന ഹൈവേയിൽ വരുന്ന വാഹനങ്ങൾ HMT റോഡിലേക്ക് കയറണം. ഹൈവേയിൽ അത്രയും ഭാഗം ഹൈവേ ഇങ്ങോട്ട് സർവീസ് ഉണ്ടാവും. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ആലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിച്ച് TVS ജംഗ്ഷൻ വന്ന് തിരിച്ച് ഹൈവേയിലേക്ക് കയറണം. അവിടുന്ന് റൈറ്റ് കയറി അങ്ങോട്ട് പോകാം. എന്നാൽ അവിടെ നിന്ന് നേരിട്ട് സൗത്ത് എളമശ്ശേരിയിലേക്ക് കയറാൻ പറ്റും. അതിന് പകരം നേരെ വന്ന് യൂണിവേഴ്സിറ്റി സിഗ്നലിൽ നിന്ന് സൗത്ത് എളമശ്ശേരിക്ക് പോകേണ്ട വാഹനങ്ങൾ അങ്ങോട്ട് പോകും. NAD റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ആലൂർ ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിനും ഇങ്ങോട്ട് തിരിച്ച് TVS ജംഗ്ഷനിൽ വന്ന് അങ്ങോട്ട് യൂട്ടേൺ എടുത്ത് പോകേണ്ടത്. അപ്പോൾ ആ ഭാഗത്ത് ഹൈവേയിൽ ആലൂർ ഭാഗത്തേക്ക് മാത്രമേ സർവീസ് ഉണ്ടാവൂ. സീപോർട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം റൈറ്റ് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഇവിടെ നിന്ന് റൈറ്റ് കയറി ഹൈവേയിലേക്ക്. സൗത്ത് കളമശ്ശേരിയിൽ നിന്ന് നേരെ ഹൈവേയിലേക്ക് അങ്ങോട്ട് HMT റോഡിലേക്ക് പ്രവേശനം ഉണ്ടാവും. അത് ഹൈവേയിലൂടെ പോയി അപ്പുറത്ത് പോകും. ആര്യാസിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി അവിടെ ടൈലിട്ട് കുറേ കൂടി വണ്ടികൾക്ക് പോകാവുന്ന സ്ഥലത്താണ്. ഇവിടെ TVS ജംഗ്ഷനിൽ കാട് പിടിച്ചിറക്കുന്ന സ്ഥലം NH-നോട് വന്നിട്ട് അതൊന്ന് ലെഫ്റ്റ് സൈഡിലുള്ളത് അതുകൂടി വൃത്തിയാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരീക്ഷണമാണ്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ചിലപ്പോൾ വിജയിക്കാൻ, ചിലപ്പോൾ പരാജയപ്പെടാം. അത് നമുക്ക് വേറെ വഴി അവിടെ ഇല്ല. ഞങ്ങൾ നേരെ HMT ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പദ്ധതി തയ്യാറായി. പക്ഷേ അത് പദ്ധതി വിജയിക്കണമെങ്കിൽ റെയിൽവേ മേൽപ്പാലം പൊളിച്ച് പണിയുന്നു. റെയിൽവേ ഇപ്പോൾ 3 ലൈൻ ഇതുള്ളതുകൊണ്ട് അലൈൻമെൻറ്റ് ഫൈനലാകാതെ പുതിയ പാലത്തിന് അംഗീകാരം നൽകാൻ പറ്റില്ല എന്നതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. വിജയിച്ചാൽ നല്ല മാറ്റം ഉണ്ടാകും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളിത് അപ്പോൾ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഞാൻ മന്ത്രിമാരുണ്ടാക്കി പോയി ആകെ ജനം വലഞ്ഞു എന്നെങ്കിലും എഴുതണ്ട. ഇപ്പോൾ ഉള്ള വലച്ചിൽ കുറയ്ക്കാനായിട്ട് ഞങ്ങൾ ശ്രമം വിജയിച്ചാൽ നമുക്ക് എല്ലാവർക്കും സഹായകരമായി. കളമശ്ശേരി വളരെയധികം ഗുരുക്കമാണ്. എയർപോർട്ടിൽ പോകുന്നവർക്ക് വളരെ സുഖമായി പോകാൻ കഴിയും. ഈ കളമശ്ശേരിയിലെ ഗുരുക്കം അഴിച്ച് ഇടപ്പള്ളിയിൽ അഴിച്ചാൽ യാത്ര വൈറ്റിലേ ഉണ്ട്. ഇത് 3 ശരിയായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടി നെടുമ്പാശ്ശേരിക്ക് പോകുന്ന ആൾക്ക് വളരെ വേഗം എയർപോർട്ടിലേക്കും അങ്കമാലിയിലേക്കും തൃശ്ശൂരിലേക്കും ഒക്കെ പോകാം. പാലക്കാട് നമ്മുടെ എയർപോർട്ടിൽ പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു പരിശ്രമം നടത്തുകയാണ് കഴിക്കാനായിട്ട്. എല്ലാവരുടെയും സഹകരണമാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പരിശോധന കൊടുക്കണം. ഇതൊരു പരിശോധനയാണ്. ഇതിൽ ചില എററുണ്ടാവും. ആ എറർ നിങ്ങൾ പരിഹരിച്ച് വേണം മുന്നോട്ട്. അത് നിങ്ങളെ മാധ്യമങ്ങളുടെ സഹകരണം വളരെ നിർബന്ധമായിട്ടും വേണം. ഞങ്ങളോട് സഹകരിക്കാം. കാരണം നമ്മളൊരു പരിഷ്കാരം, ഏത് പരിഷ്കാരം വന്നാലും നമ്മുടെ നാട്ടിൽ പുനർവഞ്ചനം കൊണ്ടുവരുന്ന ആളുകൾ അത് ഇവിടെയും ഉണ്ടാകും എന്നതിനുള്ള പ്രതീക്ഷയാണ്. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം, നാട്ടുകാരും സഹകരിക്കണം. നമ്മൾ ഓരോ ഘട്ടം ഇവിടെ ലൈക്ക് വയ്ക്കുന്നവരും മിനിസ്റ്റർ പറഞ്ഞു. അത് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചിട്ട് തീർച്ചയായും അതിലൊരു ബുദ്ധി കണ്ടുപിടിക്കും. കാരണം നമ്മളിന്ന് ചിന്തിച്ച ഒരു വിഷയമല്ല. പെട്ടെന്ന് മിനിസ്റ്റർ ഇറങ്ങിയുകൊണ്ട് ഞങ്ങൾ നിങ്ങളിവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ അറിയാൻ ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം ഒറ്റവരിയായി മാത്രം ചുരുക്കി ഗതാഗതക്കുരുക്ക് അഴിക്കാനാണ് തീരുമാനം. തിങ്കളാഴ്ച പോലീസ്, ഗതാഗത പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് നിർദ്ദേശം അന്തിമമാക്കും. HMT ജംഗ്ഷൻ വികസനത്തിനു വേണ്ടി 10 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇത് നടപ്പാക്കുന്നതോടെ സുഗമമായ ഗതാഗതം സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.